കുറിച്ച് പറഞ്ഞ് എന്ത് റൈറ്റ് ആണ് ഈ പറയുന്ന ദയാ ഗായത്രി എന്ന് പറഞ്ഞ ആൾക്കുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് എന്നെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ പല പല മൂലകളിൽ പോയി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസം കൂടി ഈ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കളിക്കാൻ പറ്റും. ബിക്കോസ് ടുമാറോ മൈ ബ്രദർ വരികയാണ്, ദിസ് റൂം കാ ഓണർ. അപ്പോൾ എന്തായാലും എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. സോ ഗൈസ്, നമുക്ക് അധികം കത്തിയടിക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സൈഡിൽ കണ്ടതുപോലെ തന്നെ ഇപ്പം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിനിടയിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വലിയൊരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫാമിലി വ്ളോഗേഴ്സിനിടയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും അതും ചീത്തയും എല്ലാം വലിച്ചു വാരി എറിഞ്ഞിട്ടുള്ളൊരു യുദ്ധക്കളം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിനിടയിൽ നടക്കുകയാണ്. സോ ആ വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. മെയിനായിട്ട് ജാസി എന്ന് പറയുന്ന ഒരാൾ ഒരു സൈഡും മറ്റേ സൈഡിൽ ബാക്കി സോ കോൾ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും കൂടെ ഈ സൈഡിലും. ഈ വിഷയത്തിന്റെ ഒരു ആരംഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏദി സാദിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ ഇട്ട് ആദ്യം കണ്ട 5 ആളിൽ ഉള്ള ഒരാൾ ഞാനായിരുന്നു. ഞാനത് എടുത്ത് റിയാക്ട് ചെയ്യണം എന്ന് കരുതുന്ന ഒരു ടൈമിനുള്ളിൽ തന്നെ ഏദി സാദിയ നേരെ കയറി ആ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ കട്ട് ചെയ്യാനോ അത് റിലേറ്റ് ചെയ്ത് സംസാരിക്കാനോ പറ്റിയില്ല. ഇപ്പൊ സംഭവം ക്ലാഷ് തുടങ്ങുന്നത് എന്താന്ന് വെച്ചാൽ ജാസി ഇന്റർവ്യൂകളിൽ പോയിട്ട് കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ജാസിൻ്റെതായ പല അഭിപ്രായങ്ങളാണ് ഇന്റർവ്യൂവിൽ പോയി പറയുന്നത്. പക്ഷെ അതൊരു ഹോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ജാസി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ട്രാൻസ്ജെൻഡർ ഫുൾ കമ്മ്യൂണിറ്റീനെ ഇത് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് ജാസീൻ്റെ അടുത്ത് നിങ്ങൾ ഇന്നത് കറക്റ്റ് ചെയ്യണം, ഇന്നത് ഇമ്പ്രൂവ് ചെയ്യണം, ഇന്ന മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാസി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ജാസീൻ്റെതായ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനോ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരുടെ ഇടയിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഫൈറ്റ് കൂടി വന്നതിന്റെ ഭാഗമായിട്ട് ദയാ ഗായത്രി എന്ന് പറയുന്ന ലേഡി അവരുടെ ചാനലിലും ആൻഡ് ജാസി അവരുടെ ചാനലിലും ഇട്ടിട്ടുള്ള ഒരു വീഡിയോനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒറ്റ മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഇതിന് മുൻപും ട്രാൻസ്ജെൻഡർ ആണ് ജാസി എന്ന് എനിക്ക് അറിയാമായിരുന്നു. ജാസിക്ക് അറിയാമായിരുന്നോ ജാസി ഇതിന് മുൻപും ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന്? അറിയാമായിരുന്നു. അങ്ങനെ ജാസിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിരിക്കെ പിന്നെ എന്തിനാ ജാസി കല്യാണം കഴിച്ചത്? എന്ത് സിറ്റുവേഷൻ? നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളെ കൂടെ തള്ളിവിടുന്നതോ? ശരി ശരി, ഞാൻ അനിന ചേച്ചിയുടെ ശരി ശരി ഓക്കെ ശരി ജാസിനെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിച്ചതെന്ന് ജാസി പറഞ്ഞു. ഞാൻ അംഗീകരിക്കും. ആദ്യം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആളാണ് ദയാ ഗായത്രി. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആളുടെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ ഈ ആദ്യത്തെ 33 സെക്കൻഡിൽ ദയാ ഗായത്രി ചെയ്ത ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം ദയാ ഗായത്രി ജാസി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണിത്. കാരണം നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിട്ട് എന്തിനാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത്? കാരണം ജാസിക്ക് ആകെ വരുന്ന ഒരേ ഒരു നെഗറ്റീവ് ഈ ഒരു സാധനം മാത്രമാണ്. വേറെയും നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതും ഡിസ്കഷൻ ആവുന്നതും ഈ ഒരു പെർട്ടിക്കുലർ സാധനം മാത്രമാണ്. പദം ഇട്ട് നാറ്റിക്കാനാണ് കരുതിയത്. പക്ഷെ ആ ഒരു പോയിന്റിലൂടെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് പോലും ട്രാൻസ്ജെൻഡേഴ്സിന് 100% അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല. അന്ന് തീരെ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമില് സ്വന്തം വീട്ടുകാരെടുത്ത് എതിർത്ത് പറയാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് അവരെടുത്തൊരു ഡിസിഷനാണ് ഇത്. ആൻഡ് ഇത് ജാസി മാത്രമല്ല ചെയ്തത്. എത്രയോ ആൾക്കാർ ഇപ്പോഴും ട്രാൻസ്ജെൻഡർ ആയിട്ട് പുറത്ത് ഐഡന്റിറ്റി പറയാണ്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ദയാ ഗായത്രി ക്വസ്റ്റ്യൻ ചെയ്ത് ഈ ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി ഒരു 0.1% പോലും എനിക്ക് താല്പര്യമില്ല. ശരി, അനിന ചേച്ചിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറഞ്ഞപ്പോ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു? ജാസി കല്യാണം കഴിക്കരുത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ ജാസി എന്നോട് എന്താ പറഞ്ഞ? എന്നെ കൊണ്ട് കല്യാണം കഴിയാൻ എനിക്ക് പറ്റും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ജാസി ഇത് ഫോഴ്സ് മാരേജ് ആയിരുന്നു ജാസി? അത്
പക്ഷെ ഞാൻ കണ്ടത് എനിക്ക് എന്റെ വീട്ടുകാരിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം. മൂത്താപ്പയാണെങ്കിൽ എനിക്ക് എന്റെ ഉപ്പാനെക്കാട്ടും പേടി എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനായിരുന്നു. അല്ല മോളെ, ഇതിപ്പോ എന്നോട് പറയുന്നത് ഓക്കെ, നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാവരും പറയുന്നത്. നീ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്. ശരി, ഞാൻ അംഗീകരിക്കുന്നു. അതിനു മുൻപ് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലെന്ന് ദയക്ക് അറിയില്ലേ? എനിക്കറിയാമായിരുന്നു. എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ ആയിരുന്നു അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസി കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ജാസിയുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് മോളെ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റും മോളെ, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. എനിക്കതാണ്. ഇവിടെ ദയാഗായത്രി ഒരു വിരോധാഭാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാവാത്തത് എവിടെയാണ് ഇവിടെ ദയ പറഞ്ഞതുപോലെ ഒരു ഡുവൽ ഒപ്പീനിയൻ കാണുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഈ മേ ബി ജാസി എന്ന് പറയുന്ന ഒരു ആള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർ കരുതിയിട്ടുണ്ടാവുക ഞാൻ ഇനി ഫ്യൂച്ചറിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടിലായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എത്രമാത്രം ശരിയാവും, ഇത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ അന്നത്തെ കാലവും അന്നത്തെ വ്യക്തിയുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കുക. എന്നിട്ട് പറയാം, ഞാൻ ആ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അന്ന് വീട്ടുകാരുടെ നിർബന്ധത്തോടുകൂടി കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ താൻ ഇങ്ങനെയാണെന്ന് അറിയെങ്കിലും വേണ്ട, ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റിയാലോ, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു തോട്ടിലായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. ഒരു തെറ്റ് അവരുടെ സൈഡിൽ നിന്ന് സംഭവിച്ചു. 100% അവരൊരു പെൺകുട്ടീൻ്റെ ലൈഫിൽ കാണിച്ചത് തെറ്റാണ്. പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ അവരെ സ്പോയിൽ ചെയ്യാൻ വേണ്ടി അവരുടെ ഐഡന്റിറ്റി മാറ്റി വെച്ച് ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനോടൊന്നും പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് ബിലീവ് ഇത് റൈറ്റ് ആണ്. മോളെ, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും, എനിക്കതാണ് ഇഷ്ടം എന്ന് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളാണ്. അതെനിക്കൊരു ഫോഴ്സ് മാരേജ്. അപ്പൊ അത് നീ ഒരിക്കലും അത് ഫോഴ്സ് മാരേജ് ആണ് പറയരുത്. ഫോഴ്സ് മാരേജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ അന്ന് ചേച്ചിയുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് അപ്പൊ തുറന്ന് പറയാമായിരുന്നല്ലോ, എടി ഫോഴ്സ് ചെയ്യാടി വീട്ടിൽ നിന്ന് മാരേജ് ചെയ്യാൻ വേണ്ടിട്ട്, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. അങ്ങനെയല്ല ജാസി പക്ഷെ പറഞ്ഞത്. ഞങ്ങളോട് പറയാൻ പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാ പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല? പക്ഷെ നീ അന്ന് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നീ അന്ന് ഇവിടെ നമുക്ക് നമ്മളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മളൊരു 10 ഫ്രണ്ട്സ് മുമ്പിലുണ്ടെങ്കിൽ നമ്മളായി മനസ്സിലാക്കുന്ന 2 ഫ്രണ്ട്സേ ഉണ്ടാവും. ബാക്കി 8 പേരും നമ്മളുമായിട്ട് ചിലപ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ പെർസ്പെക്റ്റീവിൽ എടുക്കണമെന്നില്ല. ഇങ്ങനെ കുറേ റീസൺസ് വരാം. ഇവിടെ ജാസി എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ വീണ്ടും പറയാം, ജാസി ചെയ്ത പ്രവൃത്തിനെ ഞാൻ 100% ഓക്കെ പറയുക അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം നടത്തിയ ഒരു കല്യാണമാണത്. അങ്ങനെ അതിന്റെ ഭാഗമായി കല്യാണം കഴിച്ചിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ റീസെന്റ് തന്നെ ഞാൻ ചെയ്ത ഒരു വീഡിയോ, ലേഡിക്ക് കല്യാണം കഴിഞ്ഞ് അതിലൊരു കുട്ടിയുണ്ട്, എന്നിട്ടാണ് അവർ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കമ്മൗട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള ഒരു സാധനം ഇതാണെന്ന് കരുതി ഇത് പിടിച്ചാക്കിയ ഈ ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി ജാസി ഡിസ്റ്റർബ്ഡ് ആയി. ജാസിയുടെ സൈഡിൽ നിന്ന് പോയിന്റ് പറയുന്ന ഒരു ഒപ്പീനിയൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കിനി അതിലെ മെയിൻ സാധനങ്ങൾ നോക്കാം. നമസ്കാരം, ജാസിയാണ്. ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വരാൻ തന്നെ കാരണം എനിക്കെതിരെ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദയാ ഗായത്രി പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു ആരോപണത്തിന് ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടി പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ജാസി ട്രാൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫ് തുലച്ചതെന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന അത് ഞാൻ ഓൾറെഡി എന്റെ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞ കാര്യമാണ്. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു, പക്ഷെ എനിക്ക് കുട്ടികളൊന്നുമില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ദയാ ഗായത്രിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റിൽ ഉണ്ടായിരുന്ന പാർട്ട്ണർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? അത് ദയാഗായത്രി അറിയില്ലായിരുന്നോ? ഈ പാർട്ട്ണർ ട്രാൻസ്മെൻ ആയിരുന്നു. അയാൾ കല്യാണം കഴിച്ച് അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക് അറിയില്ലായിരുന്നു എന്റെ ലൈഫിലേക്ക് വരുന്ന ഈ പാർട്ട്ണർ വേറൊരാളെ ലൈഫ് തകർത്ത് ഒരു കുട്ടിയുടെ ലൈഫും തകർത്തിട്ടാണ് എന്റെ ലൈഫിലേക്ക് വന്നത്. അപ്പൊ മോൾക്ക് അറിയില്ലായിരുന്നോ? പിന്നെ എന്തിനായിരുന്നു മോൾ ഇപ്പൊ ഈ ഒരു ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. 2 ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ നടക്കുന്നത് പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ ജാസിക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വന്നു. ജാസി ദയനെ പറ്റി പറഞ്ഞു. ഇതിൽ പറയുന്ന ഒരു അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ദയാ ഗായത്രിക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ഒരു നോർമൽ മനുഷ്യനാണെന്നും പുള്ളിക്ക് കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ട് എന്നും അതിന് വന്നൊരു ബന്ധമാണ്. അതിന് ദയാ ഗായത്രീനെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ആ ചെങ്ങായിനും കുറ്റം പറയാം. ഭാര്യനെയും കുട്ടീനെയും വെച്ചിട്ട് ഇങ്ങനെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ പോയല്ലോ.
അപ്പൊ രണ്ടുപേരും മ്യൂച്വലി തെറ്റുണ്ട്. അവൻ ഇവിടെ പറഞ്ഞത്. അപ്പോ പറയുമ്പോ മോളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഞാൻ ചാഞ്ഞു കേൾക്കുന്ന മരമാണെന്ന് പറഞ്ഞ് ഓടിക്കാറി ഇങ്ങനെ വരില്ല. ഇതിപ്പോ കുറെ ആയി ഞാൻ സഹിക്കുന്നു. കാരണം ഒരുപാട് നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് നമ്മുടെ കൗണ്ടിൽ. പക്ഷെ ചില ആൾക്കാർ കുറച്ച് സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് വരുമ്പോൾ അവരെ പേഴ്സണലി ഹറാസ് ചെയ്യാനും പിടിച്ച് വലിച്ച് താഴത്ത് ഇടാനും കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം പ്രവണതകൾ വരുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ പേഴ്സണലി ഞാൻ ഒരിക്കലും ഇതാക്കുന്നില്ല. കാരണം എനിക്ക് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെ ഇവരെ ഈ പെർട്ടിക്കുലർ വ്ളോഗേഴ്സിനൊക്കെ കുറെ കാലമായിട്ട് ഞാൻ അറിയുന്ന ഒരാളാണ്. ഈവൻ ഞാൻ യൂട്യൂബ് ഫീൽഡിലോട്ട് വരുന്നതിന് എത്രയോ കൊല്ലങ്ങൾ മുമ്പേ ഇവരുടെ വീഡിയോസും ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ. ഇപ്പൊ ജാസീനെയൊക്കെ എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവൻ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അസൂയോ കുശുമ്പോ ഉള്ള വ്യക്തികളാണ് ഇവരെങ്കിൽ ജാസിയായിട്ട് സ്റ്റാർട്ടിങ്ങിലേ ജാസിയിൽ ഒഴിവാക്കണം. ഇതിപ്പോ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണത്. അല്ലാണ്ട് നിങ്ങളെ ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളോട് അസൂയോ കുശുമ്പോ ഒന്നും തോന്നിയിട്ടൊന്നും ചെയ്യുന്നതല്ല. ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടെങ്കിൽ അത് റീൽസ് കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളുടെ പാട്ടും ഡാൻസും വീഡിയോസും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ്. പക്ഷെ ഈ ദയാ ഗായത്രി അല്ലെ ശ്രുതി സിത്താര അല്ലെങ്കിൽ ഈ ഹെയ്തി സാദിയ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പല ഇന്റർവ്യൂസും പല ടോക്കിലും പോയിട്ട് പല കോളേജിലും പോയിട്ട് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവര് നിങ്ങളെ കണ്ട് ഒരു റീൽസിന്റെ പേരിലാവുന്നു എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ. അത് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരം നിലപാടുകൾ ഇതിൽ പറയുന്നത്, അതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പോൾ ദയാകാക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് ഇതാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തി അത് ഒരു കാര്യം പറയണ്ടായി. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത്, നിങ്ങളെ പാസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്ക്. എങ്ങനെയാണ് നിങ്ങളെ പാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്? ആദ്യം ഒരാളെ കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് ഒരു ത്രീസം പോയിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ പഴയ ആളെ ഒരു വേറെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഫ്രണ്ട് എടുക്കുന്നു, ആ ഫ്രണ്ടിന്റെ ഈ ഫ്രണ്ട് എടുക്കുന്നു. എന്ത് ലൈഫാണ് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അഭിമാനത്തോടെ കൊടുക്കുന്ന കാര്യം? അപ്പൊ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ്. അല്ലാണ്ട് എനിക്ക് ഒരാളെ കൂടെ ജീവിക്കുന്ന സമയത്ത് വേറെ പാർട്ട്ണറെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വേറെ സമയത്ത് ഇവിടെ നമ്മുടെ ജാസി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവരുടെ പണ്ട് തൊട്ടുള്ള വ്ളോഗർ ആയതുകൊണ്ട് ഇവരാരെയും ഉദ്ദേശിച്ചത് എന്താന്നുള്ള കാര്യമൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എനിക്കറിയാം. അതിപ്പം അടങ്ങിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനെ പറ്റി എനിക്ക് ഈ മീഡിയയിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. രേഖാത്രിക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. അത് ഞാനിപ്പോൾ വേറെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ്. അപ്പോൾ ആ പാസ്റ്റ് റിലേഷൻഷിപ്പുള്ള ആളുമായിട്ട് തന്നെ രേഖാത്രിന്റെ ഫ്രണ്ട് പിന്നെ റിലേഷൻഷിപ്പിലായി, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്കായി. ഇതൊക്കെയാണ് ഇവിടെ വന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ വീഡിയോയിലുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോലെ തന്നെ ഈ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അക്സെപ്റ്റൻസ് ഇങ്ങനെ കിട്ടി വരികയാണ്. ഈ കിട്ടി വരുന്ന ഈ സമയം തന്നെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കച്ചറിയും ഒച്ചപ്പാടും ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയോ അതും വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കാണ് ഈ ലോകത്ത് ഒരു അക്സെപ്റ്റൻസ് കിട്ടാണ്ടിരിക്കുക. അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. അത് നിങ്ങൾ രണ്ടുപേരോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബാക്കി ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി സംസാരിച്ച് തീർക്കാവുന്ന ഒരു വിഷയമുള്ളൂ. അത് മീഡിയയിൽ കൊണ്ടുവന്ന് സംസാരിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പം കിട്ടുന്ന അക്സെപ്റ്റൻസ് കൂടി കളയരുത് എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.